അമ്മ ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ തൊണ്ടയിലൊരു ഇടർച്ച? ചെറിയൊരു തൊണ്ടയിലൊരു പ്രശ്നമുണ്ട്. ഇന്നലെ തൊട്ടുണ്ട്. അത് ഇന്നാണ് ഇപ്പൊ ഒന്ന് പുറത്തേക്ക് വന്നത് അല്ലേ? അതെ. അമ്മ രാവിലെ എണിച്ച ടിഫിനൊക്കെ ഉണ്ടാക്കി നിൽക്കുമ്പോ അത്ര അങ്ങോട്ട് അറിഞ്ഞില്ല. പിന്നെ ഇപ്പൊ പക്ഷെ രാവിലെ ഇങ്ങനെ ഒരുപാട് ഹാർഡായിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി. അത് അത്ര ശ്രമപ്പെടണമെന്നൊന്നും ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടാവില്ല കേട്ടോ. അതെ, ഇന്നിപ്പോ അങ്ങനെയൊക്കെ തന്നെ. എന്താ പറഞ്ഞാ, ഞാനവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചു രാവിലെ. അപ്പൊ എന്താണ്ടായോ, വെള്ളം ഇങ്ങനെ ചെരിഞ്ഞിട്ട് എന്റെ മേലെ വീണു. ഏത് വെള്ളം? രാവിലെ ചൂടുവെള്ളം. ചൂടുവെള്ളമല്ല, പച്ചവെള്ളം തന്നെ. എന്തിനും എടുത്തതാണ്. അത് പൈപ്പിൽ പിടിച്ചിങ്ങനെ എടുത്ത് കൊണ്ടുവരുമ്പോ അത് വീണു. എവിടേക്ക് വീണു? മേലേക്ക്. പച്ചവെള്ളമായിരുന്നു. അത് ഞാൻ പിന്നെ ഡ്രസ് മാറി. ആണോ? ഇങ്ങനെയൊക്കെ സംഭവിച്ചമ്മ? നീ അറിഞ്ഞില്ലല്ലോ. ഇല്ല. നീ അറിഞ്ഞ പിന്നെ വലിയ പ്രശ്നമല്ലേ. എന്തിനാ നമുക്ക് വെള്ളം കൊണ്ടെടുത്ത് ഞാൻ ആ അമ്പലത്തെ പടിയിൽ കൊണ്ടുപോയി വെക്കാനേ. അപ്പൊ അച്ഛനെ ഞാൻ ആരെന്തായാലും പറഞ്ഞ ചെയ്യണ്ടായിരുന്നില്ലേ? അതല്ല, ആരോ ചവിട്ടിയിരിക്കണോ പടിയില്. നേരത്തെ ആരോ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ പടിയുള്ള ചവിട്ടാനല്ല, അവിടെ ആൾക്കാർ ചവിട്ടില്ലേ? മണ്ണ് ഇപ്പൊ അവരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങള് മണ്ണ് കൊണ്ട് പടിയിട്ട് ചവിട്ടെടുത്ത് പറയണമെന്നാ. കറക്റ്റാണ് അമ്മ. ഇതൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ ആലോചിച്ചത്. ഇപ്പൊ അമ്മ പറഞ്ഞൊരു വാക്കില്ലേ, ആരോ കയറി വരുമ്പോൾ ഒരു ചളി ചവിട്ടിയിട്ട് വന്നു. പക്ഷെ അവരോട് പറയാൻ പാടോ നിങ്ങളുടെ കാലിൽ ചളിയുണ്ട്, അത് നോക്കിയിട്ടൊന്നും അവിടെ മാറ്റിലൊന്ന് തുറച്ചിട്ട് കയറണമെന്നോ അല്ലെങ്കിൽ കാലിൻ്റെ അടിയൊന്ന് നോക്കണമെന്ന് പറയുന്ന സംസ്കാരമാണോ? അറിഞ്ഞും കൊണ്ട് അവർ ചവിട്ടില്ലല്ലോ, അറിയാണ്ടല്ലേ ചവിട്ടിട്ട് വരിക. അപ്പോൾ ഇതിനെപ്പറ്റി ആവട്ടെ എന്ന് എൻ്റെ മാറ്റർ ഞാൻ ആലോചിക്കായിരുന്നു. ഇന്ന് എന്താണ് അത് കേക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു വെള്ളം കൊണ്ടുപോയിട്ടേ പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒഴിക്കട്ടെ. അവിടെ പൈപ്പില്ലല്ലോ. അപ്പൊ അവിടുന്ന് പിടിച്ചോണ്ട് ഒഴിക്കട്ടെ. മഴ പെയ്തതല്ലേ, അവർ എവിടെയെങ്കിലും വരുമ്പോ ചളിയൊക്കെ ചവിട്ടിണ്ടാവും, അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. പടിയിലെ മണ്ണ് പോട്ടായിട്ട് ഒഴിക്കാൻ കൊണ്ടല്ലോ, അത് മേലക്കൂടെ പോയി. അത് കുഴപ്പമില്ല. പക്ഷെ ചോദിച്ചില്ലല്ലോ എന്താ അമ്മ രാവിലെ ഇട്ട ഡ്രസ്സ് മാറിയത്, എന്തോ ചോദിക്കാണ്ടിരുന്നു. അതമ്മ ഇടയ്ക്ക് മാറാറുണ്ടല്ലോ. അതെന്തെങ്കിലും ഇങ്ങനെ ആകുമ്പോഴാ മാറാറ്. എന്തറിയോ, ഒന്നുമില്ലെങ്കിൽ ഞാൻ പാത്രം കഴുകുമ്പോ അത് മുഴുവൻ നനയും. അല്ല, ചിലപ്പോ ഉച്ചക്ക് മാറാറുണ്ട് കേട്ടോ. അത് മേലെ കഴുകിയിട്ട് മാറും. അതന്നെ. അത് രാവിലെ മാറില്ല. രാവിലെ കുളി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ മാറില്ല. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കില്ലേ. ഈ കോളറൊക്കെ ഉള്ള കാര്യം കൊണ്ട് ഭയങ്കര അഹങ്കാരം ഒന്നും കാണിക്കരുത് കേട്ടോ. അതൊന്നും വേണ്ട. ഇന്നത്തെ കാര്യം പറയട്ടെ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് സ്റ്റൗ കത്തിച്ചറിയാം. ഇന്ന് സ്റ്റൗ കത്തിക്കലാണോ അമ്മ ഉണ്ടാക്കാൻ പോണത്? സ്റ്റൗ കത്തിക്കട്ടെ, അത് മറക്കണം. നന്നായി ചൂടാവട്ടെ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ സെമി ഗ്രേവി, അതായത് റോസ്റ്റ് എന്നും പറയാം. ചാറ് പോലെയല്ല, ഒരു കുറച്ച് ചാറ്, അങ്ങനെയുള്ളൊരു മട്ടനാണ് കേട്ടോ. അപ്പൊ അത് മഞ്ഞയുടെ ഇട്ട് ഞാനിങ്ങനെ ഒന്ന് ചൂട് കയറ്റി വെച്ചതാണ്. കാരണം എന്താ പറഞ്ഞാൽ കഴുകി കഴിഞ്ഞിട്ട് അങ്ങനെ വെക്കണ്ടല്ലോ വെച്ചിട്ടേ, ടിഫിനാക്കുന്ന സമയത്ത് അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് മഞ്ഞളിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ: സബോള, തക്കാളി, മല്ലിയില, പുതിന, പച്ചമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട. കാണിക്കുന്നു, ശരിക്കും കാണിക്കൂ. സബോള, തക്കാളി, മല്ലിയില, പുതിന, പച്ചമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട. പിന്നെ പെരിഞ്ജീരകം, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി രണ്ടും ഓരോരോ സ്പൂൺ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഇട്ട് ചതച്ചത്, പിന്നെ ഉപ്പ്. അത്ര തന്നെ. അപ്പൊ പാത്രം ചൂടായോ? എണ്ണ ഒഴിക്കട്ടെ. അപ്പൊ അമ്മ ഇപ്പൊ കുറച്ചു നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത്, ഇങ്ങനെ ഒരാള് ചളി ചവിട്ടി വന്നു. അപ്പൊ അത് നമ്മുടെ മര്യാദ. അവർ ചളി ചവിട്ടി പോയപ്പോ അമ്മ കണ്ടോ ചവിട്ടി വരുന്നതില്ലല്ലോ. ഇനി കണ്ടാലും നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പോ ചിലരെന്ത് ചെയ്യറിയോ, ഈ എന്തെങ്കിലും ചവിട്ടിയിട്ട് വരികയെ അല്ലെങ്കിൽ അറിയാണ്ട് എന്തെങ്കിലും ധൃതിയിൽ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ചെരുപ്പ് വീഴണമെന്നോ ഷൂ വീഴണമെന്നൊക്കെ മറന്നു പോയിട്ട് ഓടി വന്നിട്ട് ആൻറ്റി അല്ലെങ്കിൽ ചേച്ചി ഇത് എന്നാ കാര്യം പറയാൻ വന്നാവെന്ന് ഓടി വന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും. അപ്പോൾ നമ്മൾ മര്യാദയുള്ളവർ എന്ത് ചെയ്യണം, അറിയാണ്ടാണ് ആ കുട്ടി വന്നത്, അതുകൊണ്ട് അതിന് നമ്മൾ കുറ്റം പറയാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത. പെരിഞ്ജീരകം എന്നുള്ള ചിന്ത ആർക്ക് വേണം? നമുക്ക് വേണം. അറിഞ്ഞും കൊണ്ട് ആരും ഒരു വലിയ തെറ്റൊന്നും ചെയ്യില്ല. മനസ്സിലായില്ലേ? അവർ സമയമില്ലാത്തത് കൊണ്ടാകും അങ്ങനെ വന്നത്. ചിന്ത വേണം. അമ്മ അതിനെ വലിയൊരു കുറ്റമായിട്ട് ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മര്യാദയില്ലേ, ചെരുപ്പിട്ടിട്ടാണോ അങ്ങോട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അല്ലല്ല അമ്മയല്ല, ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മനസ്സ് വിഷമിക്കില്ലേ? അങ്ങനെ പലരും ചെയ്യാറുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറയാൻ കാരണം.
നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ നമ്മുടെ മര്യാദയാണ്. എന്തമ്മ പടക്കോ അതുപോലെ വല്ലാത്ത പൊട്ടല്? നന്നായിട്ട് പറ്റണം. ഒന്ന് നന്നായിട്ടൊന്ന് ചോദിക്കട്ടെ കേട്ടോ. നന്നായിട്ട് വെക്കണം. അപ്പം നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്താൽ വേഗമാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ എന്ത് സംസാരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സംസ്കാരം, അല്ലേ? നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, നമ്മൾ പൂജിക്കണ രീതിയോ അല്ലെങ്കിൽ നമ്മൾ വസ്ത്രണ രീതിയോ അതൊന്നും അല്ലമ്മ. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ആൾക്കാരോട് നമ്മൾ പെരുമാറുന്ന രീതി കൊണ്ട് തുടങ്ങും നമ്മുടെ സംസ്കാരം, അല്ലേ? നമ്മളെ പല പല സംസ്കാരങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇന്ന രീതിയിൽ പൂജിക്കണമെന്നോ ഇന്ന ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും മുമ്പ് പ്രാർത്ഥിക്കണമെന്നോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കാരണന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ജീവിതം കൊണ്ട് നമ്മൾ പഠിക്കേണ്ട ചില റെസ്പെക്റ്റ് ഉണ്ട് ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത്, അല്ലേ? ഒരാൾക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ചിലർക്ക് അറിയാണ്ട് പറ്റിപ്പോണ അബദ്ധങ്ങളുടെ ഒരുപാട് വലിയ കുറ്റായിട്ട് 4 ആൾക്കാരിരിക്കുമ്പോൾ പറയണക്കാട്ടിലും മോശപ്പെട്ടൊരു സംസ്കാരം ലോകത്തില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. സംസ്കാര ശൂന്യത. അപ്പോൾ ഞാനൊരു അറിയാണ്ട് ചെരുപ്പിട്ടത് ഇപ്പൊക്കെ എല്ലാ വീട്ടിലും ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നടക്കുക. എന്നാലും ചില വീടുകളിൽ ചെരുപ്പിടാൻ പാടില്ല എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അറിയാണ്ട് ഞാൻ ചെരുപ്പിട്ടിട്ട് ഓടി അമ്മേൻ്റെ അടുത്തൊരു കാര്യം പറയാൻ വരുമ്പോൾ അമ്മ എന്ത് ചെയ്യും, മോനെ ചെരുപ്പ് ഊരി വെച്ചിട്ട് വാ മോനെ എന്ന് പറഞ്ഞാൽ അത് സംസ്കാരം. അതിൻ്റെ പകരം എന്ത് പണിയാടാ നീ കാണിച്ച്, പോയി ഊരിയിട്ട് വാടാ ചെരുപ്പ്, പുറത്ത് വെക്കുക ചെരുപ്പ്, അങ്ങനെ പറയുമ്പോൾ അത് സംസ്കാര ശൂന്യതയാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കേട്ടത് അതിഥി ദേവോഭവാണ്, അല്ലേ? അതിഥികളെ ദൈവമായി കാണണം എന്നുള്ളത് കൾച്ചറിലാണ് നമ്മുടെ ആൾക്കാരൊക്കെ ജനിച്ച് വളർന്നിട്ടുള്ളത്. ഇവിടെയുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ ആൾക്കാരും അതിന് വളരെ 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 ശ്രേഷ്ഠരാണ് പണ്ട് തൊട്ടേ. എന്ന് വെച്ചാൽ നമ്മുടെ മുഴുവൻ ലോകവും നമ്മുടെ ഇന്ത്യയെ നോക്കി പറയും അതിഥി സത്കാരം എന്താണെന്ന് പഠിക്കണമെങ്കിൽ ഭാരതത്തിൽ പോകണം എന്നാണ് പറയുക. പണ്ട് കാലം മുതലും അതാണ് നമ്മുടെ ഒരു രീതി. അപ്പോൾ ചെറുപ്പത്തിൽ നിന്ന് നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളത്, നമ്മൾ ഉച്ച നേരത്തെ ഒരാൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് എന്തുണ്ടോ, അവർ കഴിച്ചോ കഴിച്ചില്ല നമ്മൾ അറിയേണ്ടാവും. നമ്മൾ നിർബന്ധിക്കണം, നിങ്ങൾ ഭക്ഷണം കഴിക്കൂ, ഭക്ഷണം കഴിച്ചിട്ടാ പോകാൻ പാടുള്ളൂ. കാരണം ഒരു പിടി ഭക്ഷണം ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പറ്റിയത് കുറച്ചൊന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ നിർബന്ധിച്ച് അയക്കുമ്പോൾ ആ വീട്ടുകാരോട് അവർക്ക് വരുന്ന മനസ്സുകൊണ്ട് വരുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കൊള്ളില്ല. ഒരു സ്പെഷ്യലൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. പെട്ടെന്ന് വരുന്ന ആൾക്കാർക്ക് എന്താ ഉള്ളത് വെച്ചാൽ അതങ്ങോട്ട് കൊടുക്കുമ്പോഴുള്ള സന്തോഷം അവർ പുറത്തു പോയിട്ട് പറയും ആ വീട്ടിലെ അമ്മ അല്ലെങ്കിൽ ആ വീട്ടിലെ ചേച്ചി എന്ത് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്, അവൻ്റെ വീട്ടിൽ എന്തുണ്ടോ അത് ഞങ്ങൾ കഴിക്കാണ്ട് അവർ വിളിക്കാന്ന് പറയുമ്പോൾ ആ പേരൊരു നമ്മുടെ ഹൃദയത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു അഭിനന്ദനങ്ങളിലൊന്നല്ലേ. അത് ഞാൻ കണ്ടുപിടിച്ചത് അമ്മയുടെ അമ്മയും കൊണ്ടാണ്. കാരണം എന്താ പറഞ്ഞാൽ അമ്മയുടെ അമ്മ ഒരുപാട് ചോറ് കൂടുതൽ വയ്ക്കും. അപ്പോൾ അവിടെ അമ്മയുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്, ചെല്ലപ്പേട്ടൻ, ഇവരൊക്കെ പാചകത്തിൻ്റെ വിദഗ്ധന്മാരാണല്ലോ. അപ്പോൾ ഇവരൊക്കെ പറയും എന്തിനാ ഇത്ര ചോറ് ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ കടയണത്, ഉണ്ടാക്കാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും നിങ്ങളുടെ അച്ഛൻ അതിനൊന്നും ഒരു കണക്ക് ചോദിക്കാത്ത വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു കടയിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴാണല്ലോ നിങ്ങളുടെ വീട്ടിലൊക്കെ അന്ന് അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുക, പച്ചക്കറി അരിയും സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോർ റൂം എന്ന് പറഞ്ഞ ഒരു മിനി കടയായിരുന്നു. അപ്പോൾ അങ്ങനെ വെക്കുന്ന ഒരാളുള്ളത് കൊണ്ട് ചേച്ചിക്ക് അതിൻ്റെ വില അറിയില്ല. പറയുമ്പോൾ നിങ്ങളുടെ അമ്മ പറയേണ്ട മറുപടി എന്താ പറയുക, അമ്മയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും പെട്ടെന്ന് കയറി വരുന്നത് കുറേ മക്കളും മരുമക്കളും പേരക്കുട്ടികളും അത് അമ്മയുടെ അമ്മേനെ ആസ്പദമാക്കി പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ അറിയുന്ന വ്യക്തി. അപ്പോൾ അതുപോലെ ഒരുപാട് അമ്മമാരുണ്ടാവും. അപ്പോൾ അവർ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ജസ്റ്റിനൊരു നേരത്തെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇരിക്കും കേട്ടോ, ഞാൻ അരി വെച്ച് നിങ്ങൾക്ക് ചോറുണ്ടാക്കി തരാമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ കുറച്ച് ചോറ് ബാക്കി വന്നാൽ ഒന്നുമില്ലെങ്കിൽ നമുക്കത് നാളേക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതങ്ങോട്ട് പോട്ടെന്ന് വെക്കുക. പക്ഷെ ഒരാളെ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉപയോഗിക്കുന്നു അല്ലേ. അതുകൊണ്ട് എത്ര വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മയുടെ ആ പേര് നിലനിൽക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്തത് ഇത് എണ്ണയിൽ മൂപ്പിക്കണ്ട, ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി ഇങ്ങനെ വെച്ചെടുക്കും. ഓരോരോ രീതിയല്ലേ, പല തരത്തിൽ വെച്ചില്ലേ. അപ്പം ഇത് അതിൻ്റെതായ വേറൊരു രീതിയാണ്. കണ്ടില്ലേ, അവർ നമ്മളൊക്കെ വിട്ടുപോയിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അതാണ് ചില സംസ്കാരത്തിൻ്റെ ഭാഗങ്ങൾ. അതുപോലെ എൻ്റെ അച്ചമ്മ വീട്ടിൽ വരുന്ന ഒരാൾക്കും വയറ് നമുക്ക് ഭക്ഷണം കൊടുക്കാണ്ട് അയക്കില്ല. അവർക്കും അങ്ങനെ ഒരു നല്ല സ്വഭാവം ഉണ്ടാകും. ചില ആൾക്കാർക്ക് അത് എന്തിന് ഞാൻ നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ പാടാത്തതാണെങ്കിലും എൻ്റെ വീട്ടിൽ വന്നാലും ആരും പ്രശ്നമൊന്നും പോയില്ല, ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് പോകും. അവരിൽ നിന്ന് അമ്മ പഠിച്ചു അല്ലമ്മ, അമ്മയിൽ നിന്ന് ഞങ്ങളും അതിഥികളെന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കണം അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ട കുറച്ച് കാഴ്ചകൾ കൊണ്ടിട്ട് അതും കൂടി അമ്മേനടുത്ത് പറഞ്ഞുതരാം കേട്ടോ. അതും കൂടി പറയണം. കാരണം നമ്മളൊക്കെ ചിന്തിക്കും നല്ലതാണല്ലോ പഠിപ്പിച്ച് എങ്ങനെ ഇവ മോശപ്പെട്ടവനായി എന്ന് വെച്ചാൽ മോശം നമ്മൾ കാണുമ്പോൾ അത് പഠിച്ച് ഉള്ളിൽ വെക്കണം എന്നില്ല. വേണമെങ്കിൽ വെച്ചാൽ മതി, അതൊക്കെ നമ്മുടെ ചോയ്സാണ് അല്ലേ.
അപ്പോൾ ഇതിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞിട്ട് അതിനെ ഇതാക്കില്ലേ. ഈ തക്കാളി ഇട്ടു, ഒരു തക്കാളി ഉണ്ട്, വലിയൊരു തക്കാളിയാണ്. അപ്പം അത് അതും കൂടി ഇതിൽ ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം യാഥാർത്ഥമായ ചില റിയൽ എക്സ്പീരിയൻസ്, ചിലർ പറഞ്ഞു കേട്ടതും ഞാൻ കണ്ണുകൊണ്ട് കണ്ടതുമായിട്ട് ചില എക്സ്പീരിയൻസുകളുണ്ട്. അത് അമ്മയ്ക്ക് പറഞ്ഞു തരാം. ചിലതൊക്കെ എൻ്റെ അമ്മയ്ക്ക് അറിയാം, ചിലതൊക്കെ ഞാൻ അമ്മേനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ടാവും. അമ്മയ്ക്ക് ഓർമ്മയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, കേൾക്കുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വരും. 2 മിനിറ്റ് അടച്ചു വെക്കാം. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാം നമ്മൾ കണ്ടു പരിചയമുള്ള വീടുകൾ തന്നെയാണ്. അവിടെ ഒരു വീട്, ആ വീട്ടിലൊരു വേലക്കാരി, ആ വേലക്കാരി തന്നെയാണ് ആ വീട്ടിലെ പാചകപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വേലക്കാരി. അതിൻ്റെ ഭർത്താവ് അത്യാവശ്യം ആ വീടിന് വേണ്ടി തന്നെ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഭർത്താവിന് ആ വീട് ഉടമസ്ഥൻ എന്ത് ചെയ്തു, ഒരു സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് അയച്ചു. സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് അയച്ച ആ വ്യക്തി ആ എന്തോ ഒരു സാധനങ്ങൾ കൊണ്ടൊക്കെ കറക്റ്റ് ഊണ് കഴിക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കയറി വന്നു. ഊണ് കഴിക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ ഉരുള ഇങ്ങനെ ഉരുട്ടി നന്നായിട്ട് ഇങ്ങനെ ഉണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നല്ല പാരമ്പര്യമൊക്കെ ഉള്ള ആൾക്കാർ, അച്ഛനും അമ്മയൊക്കെ പ്രസിദ്ധരാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തി നല്ല ഇങ്ങനെ ഉരുണ്ടയാക്കിയിട്ട് ഇങ്ങനെ കഴിക്കില്ല. അന്നത്തെ കാലത്ത് ആൾക്കാർ ഇങ്ങനെ കുഴച്ച് എനിക്കൊക്കെ ഭയങ്കര ചെറുപ്പമാണ്, ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പണിക്കാരുടെ ഭർത്താവ് കയറി വന്നു. ഈ പണിക്കാരുടെ ഭർത്താവ് കയറി വരുമ്പോൾ ഇന്ന ആൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങോട്ട് വരാൻ പറയൂ പറഞ്ഞു. ഇതിൽ പാകത്തിനുള്ളതാണല്ലോ, 2 ഓരോ സ്പൂണാണ്. ഇപ്പം വലിയൊരു സ്പൂണ് മുളക് ഒരു സ്പൂൺ. അപ്പം അത് ഇതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്തറിയോ, ഈ ജോലിക്കാരൻ വന്നല്ലോ, ജോലിക്കാരുടെ ഭർത്താവ് വന്നല്ലോ. അപ്പോൾ വന്നപ്പോൾ ഇന്ന ആൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ വരാൻ പറയാ പറഞ്ഞു. അപ്പോൾ ഇയാൾ നേരെ വന്നു. ഉച്ച കൊണ്ട സമയമാണ്, ഇയാൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്തായി, മേടിച്ചോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് എന്ന് മൂപ്പര് മറുപടി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിട്ട് ഇയാൾ ഇങ്ങനെ ഉണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം നോക്കുന്നത്. ഉടമസ്ഥ ഉണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്താണ് ഭക്ഷണം കഴിച്ചോ ആരോട്, ഈ നിൽക്കണ വ്യക്തിയോട്. ഇയാൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഈ നിൽക്കണ വ്യക്തിയോട് ചോദിക്കുകയാണ്, ഭക്ഷണം കഴിച്ചോന്ന്. അപ്പോൾ ഇയാൾക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കണതോ അയാളുടെ ഭാര്യ ആര്, ജോലിക്കാര്, വീട്ടുപണിക്കുള്ള ജോലിക്കാരെ ഉള്ളൂടെ, അതാണ് വിളമ്പി കൊടുക്കണത്. അതിന്റെ ഭർത്താവാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അപ്പൊ ചോദിക്കുകയാണ്, വല്ലതും കഴിച്ചോ അതാ ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഇല്ല പറഞ്ഞു. എന്നാ പിന്നെ നേരം വൈകിണ്ട വീട്ടിൽ പോകുന്നു. അങ്ങനെ പറയുമ്പോൾ അതിനേക്കാളും മുമ്പ് ആ ഭാര്യ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താ അറിയോ, പോവിടുന്ന് വന്നൊരു ഒരു ആക്ഷൻ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കണ്ണുകൊണ്ട് മൂക്കുകൊണ്ടൊക്കെ. അപ്പോൾ ഞാനിത് കണ്ടിട്ട് ആലോചിച്ചു, ഇഷ്ടം പോലെ ഉണ്ട് ആ വീട്ടിൽ. എത്ര പേർക്ക് വേണമെങ്കിലും വിളമ്പി കൊടുക്കാൻ ആ വീട്ടിൽ ധാരാളം ഉണ്ട്. അങ്ങനത്തെ ഒരു വീട്ടിൽ ഒരാൾ വന്ന ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച സ്ഥിതിക്ക് എന്നാ ഒരു ഉരുള ഭക്ഷണം കഴിക്കാന്ന് പറയണ്ടേ, അതിന്റെ പകരം കുറച്ച് പുതിന, ഒരു മല്ലിയില, 2 ഇട്ടിട്ട് ഉപ്പിട്ടിട്ടുണ്ട്, പോരങ്ങ അപ്പടം. അതിന്റെ പകരം എൻ്റെ അമ്മേ അയാൾ പറയണേ, എന്നാ മണി 1 നേരെ അങ്ങോട്ട് വിടുക, അങ്ങോട്ട് പോവുക. ഇവിടെ അടുത്തല്ലേ വീട്, അടുത്തെന്ന് പറഞ്ഞാലേ ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്തല്ലേ വീട്, പോയിട്ട് സമയത്തിന് നേരത്തും ഭക്ഷണം കഴിക്കുക, അവിടെ വായ നോക്കി നിൽക്കാണ്ട് എന്ന്. എങ്ങനെ ഉണ്ടാവും? അയാൾ വേഗം പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുമോ പറഞ്ഞു. ആ വെള്ളം അടക്കം ഭാര്യയ്ക്ക് കൊടുക്കാനൊരു പേടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. മനുഷ്യ അവസ്ഥ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുക. ആദ്യത്തെ ഒരു മര്യാദയുണ്ട്, ഭക്ഷണം ചോദിച്ചോന്ന്, കഴിച്ചോന്ന് ചോദിക്കുകയാണെങ്കിൽ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അമ്മ എന്ത് പറയും, ഇന്ന് അത്ര ഭക്ഷണം കഴിച്ചിട്ട് പോവാട്ടോ. ഇല്ലതിൽ പങ്കിട്ട് കൊടുക്കുമോ? ആ ഭക്ഷണം കഴിക്കാൻ അമ്മയ്ക്ക് മനസ്സ് വരുമോ? ആ ഭക്ഷണം അയാൾ ഉരുട്ടി കഴിച്ചിട്ട് ഈ കൈ നക്കേണ്ട ഒരു ശീലമുണ്ട് മൂപ്പർക്ക്. 4 സൈഡിൽ കൂടെ കൈ നക്കി ഇയാൾ പച്ചവെള്ളം കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ നമ്മളൊക്കെ ചെറിയ കുട്ടികളാണ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ പോയിട്ടുള്ളൊരു വീടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീടൊന്നുമല്ല, നമ്മുടെ വീടാണ്, നമ്മൾ ഓടിപ്പോയിട്ട് അച്ചാച്ചനാണെന്നോ അപ്പനാണെന്നോ ഒക്കെ പറയും. ഇത് നമ്മുടെ ഒരു ബന്ധു വീടായതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി നിന്നിട്ട് ആലോചിച്ചു, ഇയാളൊക്കെയാണോ മനുഷ്യൻ? എന്നാൽ നാട്ടിലോ ഭയങ്കര പേര് എന്ന് വെച്ചാൽ പ്രശസ്തനായ ഒരു മനുഷ്യൻ, എന്ത് നല്ല മനുഷ്യൻ, എന്താ പെരുമാറ്റം എന്നാണ് നാട്ടുകാർ പറയുക. പെരുമാറ്റം എന്ന് പറഞ്ഞത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നന്മയാണ്, അല്ലെങ്കിൽ പുറമേക്ക് വെള്ളം ഇട്ടിട്ട് പോണവരല്ല പെരുമാറ്റം ഉള്ളത്. അതുപോലെ തന്നെ വേറൊരു കുടുംബം കേട്ടോ, അതും എനിക്കറിയണ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് മകൻ്റെ കല്യാണം കഴിഞ്ഞു. മകൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ വിളിച്ച വരുന്ന വീട്ടുകളിലേക്കൊക്കെ മകൻ ഭാര്യനെ കൊണ്ട് പോയി. സ്വാഭാവികം, ഭാര്യയുടെ വീട്ടുകാരും വിളിക്കും,
ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. അപ്പോൾ ഒരു അടുത്ത ബന്ധുണ്ട്. അടുത്ത ബന്ധു പറഞ്ഞാൽ കൂടപ്പുറപ്പ്. അവിടേക്ക് ഒന്ന് പോകണം പറഞ്ഞു. അപ്പം മകൻ ചോദിച്ചു, അമ്മ വിളിച്ചിട്ടില്ലല്ലോ അമ്മ, അപ്പം എന്തിനാ പോകേണ്ടത്, ഇതൊന്ന് കേട്ട് നോക്കണ്ടത്, നല്ല രസമുള്ളൊരു കഥയാണ്. വിളിച്ചിട്ടില്ലല്ലോ, വിളിക്കുമ്പോൾ പോയാൽ പോരെ പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ അവിടെ പോവുക വേണം, നീ ഒരു കാര്യം ചെയ്യുക, അവർ വിളിക്കാൻ കാത്തിരിക്കേണ്ടത്, അതൊക്കെ അടുത്ത ബന്ധമാണ്, അവിടെ ഒന്നും വിളിക്കാണ്ട് പോകണം പറഞ്ഞു. അപ്പോൾ ഈ പൊട്ട മകൻ എന്ത് വിചാരിച്ചാലോ, ശരിയായിരിക്കും കേട്ടോ, അടുത്ത ബന്ധത്തിലൊന്നും വിളിക്കുന്ന വരെ നമ്മൾ കാത്തിരിക്കാൻ പാടില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞ് ഏതാ ഞാൻ ബിരിയാണി വന്നിട്ട് വരണം എന്നാണ് മകൻ വിചാരിച്ചത്. മകൻ എന്ത് ചെയ്തു, തലേ ദിവസം രാത്രി വിളിച്ച് പറഞ്ഞു, നാളെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഓ ആയിക്കോട്ടെ വന്നിട്ട് ഫോൺ വെക്കുകയും ചെയ്തു കേട്ടോ. പിറ്റേ ദിവസം കുറച്ച് ദൂരമുണ്ട്, ഒരു വണ്ടിയൊക്കെ ഇവിടെ എടുത്ത് പോയി, പെട്രോളൊക്കെ ചിലവാക്കി അവരുടെ വീട് വരെ പോയി. വീട് വരെ പോയപ്പോൾ അവിടെ അച്ഛനും അമ്മയും മക്കളൊക്കെ ഉണ്ട്. അവർക്ക് ഇരിക്കുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയതും ചോദിച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ചോദിച്ചു. അപ്പോൾ ഇവർ ലേറ്റായിട്ട് വഴിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഇനിയിപ്പോൾ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് മോശമല്ലേ. ഇവർ അത് കഴിഞ്ഞു പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നിട്ട് 1 മണിക്കൂർ സംസാരിച്ചിങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം, ആ പെണ്ണിനോട് ചോദിച്ചു നിൻ്റെ വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങളുടെ നാട് എങ്ങനെയാണ്, ഇതൊക്കെ ചോദിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ച് വന്നിട്ട് കല്യാണ പെണ്ണിനോട് ഇവൻ പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞു. കുറേ നേരം സംസാരിച്ചു, ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് കൊടുത്തു. അതൊക്കെ ആകുമ്പോഴേക്കും 12:30 മണിയായി. 12:30 മണിയാകുമ്പോൾ ഈ വീട്ടുകാർ പറയുകയാണെ, അടുത്ത ബന്ധത്തിലുള്ള വീട്ടുകാർ കേട്ടോ, എന്താ പറയണറിയോ, ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, അമ്മ കേട്ടുകേൾവിയും കൂടെ ഉണ്ടാവില്ല അങ്ങനെ ചില കാര്യങ്ങൾ, ഞാൻ തന്നെ ഇത് കേട്ടിട്ട് ഞെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 12 മണിയായില്ലേ, 12 മണി കഴിയാറായി, ഇനി ഒരു കാര്യം ചെയ്തോളൂ, ഇനി ഇവിടുന്ന് കൃത്യസമയത്ത് വീട്ടിൽ പോയാൽ ഉപയോഗിക്കുകയാണ്. ഇത് പറയാൻ കാരണം എന്താണെന്നറിയാം അമ്മയ്ക്ക്, ഇവർ ഭയങ്കര ഉന്നതരുള്ള വ്യക്തികളാണ്. ഇത് അടുത്ത ബന്ധമാണെങ്കിലും എത്ര വലിയ രക്തബന്ധമാണെങ്കിലും അമ്മ ചേരേണ്ടത് ചേരുമെന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ഈ പണക്കാരൻ്റെ ഇടയിൽ, മനസ്സിലായില്ലേ അമ്മയ്ക്ക്. അവൻ്റെ സ്റ്റാൻഡേർഡിന് പറ്റിയവരല്ല ഇതുപോലെ ഈ കൂടപ്പുറപ്പിൻ്റെ മക്കളാണ്, ഏട്ടനനിയന്മാരുടെ മക്കളാണ്. അവർക്ക് പറ്റിയ സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാരല്ല. അവർ വലിയ ഉദ്യോഗസ്ഥന്മാരും നല്ല ഉന്നതർ കഴിയുന്ന വ്യക്തികളായിരുന്നു. അപ്പോൾ ഇവരവിടെ പോയിട്ട് അവൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ ഒപ്പം അവൻ്റെ ഒപ്പം ഇരുന്ന് ഊണ് കഴിക്കാൻ അവർക്കൊരു നാണക്കേടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്ത് ചെയ്ത് പോണ സമയത്ത് എന്തായാലും കല്യാണം കഴിച്ച് ആദ്യമായിട്ട് ഇവിടെ വന്നാലും ഒരു ചായ കൊടുത്തു വിട്ടത്. എന്നിട്ട് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് 2 ഉണ്ണിയപ്പം, ഒരു ഉണ്ണിയപ്പം ഭാര്യയുടെ കയ്യിലും ഒരു ഉണ്ണിയപ്പം ഭർത്താവിൻ്റെ കയ്യിലും കൊടുത്തു. ഈ ഉണ്ണിയപ്പം ഭാര്യ വേഗം ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു. കാരണം എന്താ പറഞ്ഞാൽ ഇത് ഭർത്താവിൻ്റെ ബന്ധുക്കളാണ് കേട്ടോ. ഭാര്യ വേഗം തട്ടിപ്പറിച്ചു. അത് രണ്ടും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു. അപ്പോൾ ഈ ഭർത്താവിന് മനസ്സിലായില്ല എന്താ അത് ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇവൻ പതിവ് പോലെ തന്നെ അവൻ്റെ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി ഒന്ന് നിർത്തിട്ടോ, കുപ്പത്തൊട്ടി നോക്കിയിട്ട് നല്ല സ്ഥലത്ത് കയറണം, പട്ടിയും കൂടി തിന്നാൻ പാടില്ല, എന്താ പറയും, പട്ടിയും കൂടി ഉണ്ണിയപ്പം തിന്നാൻ പാടില്ല, കാരണം ഇത്രയും സ്നേഹമില്ലാത്ത വീടുണ്ടെന്ന് എന്നാണ് മനസ്സിലായത് വന്നിട്ട് എറിഞ്ഞു. ആ സ്നേഹം ഇല്ലാണ്ടായത് എന്തുകൊണ്ടാണെന്നറിയോ, ഈ പോയവർക്ക് പണമില്ലാത്തത് കൊണ്ട്. എന്നിട്ട് അവർ ആ നേരത്ത് പോയിട്ട് അതേ നാട്ടിൽ പോയിട്ട് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഹോട്ടൽ താഴ് വന്നിട്ട് അവർക്കറിയാം അവരൊക്കെ ബന്ധുക്കളാണ്, ഈ അടുത്ത് കല്യാണം കഴിഞ്ഞാണെന്നൊക്കെ അറിയാം. എവിടേക്ക് വന്നാണ് ചോദിച്ചു. ഹോട്ടൽ ഉടമസ്ഥൻ ഇത് തൊട്ടടുത്ത് നാടിൻ്റെ വീട്ടിലേക്ക് വന്നാൽ. അത് ശരി, നിങ്ങൾ പോണുകൊണ്ട് രാവിലെ ഈ വഴിക്ക്, അപ്പോൾ അവിടെ പോയിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഹോട്ടലിൽ വന്നു കൂടുക. ആ നക്കിയുടെ വീട്ടിൽ പോയാൽ ആർക്കും ഭക്ഷണം കിട്ടില്ല. എങ്ങനെയുണ്ട്, ഭാര്യയുടെ മുമ്പത്ത് പോയവൻ്റെ വില മുഴുവനും പോയി. അയാൾ അങ്ങനെയാണ്, അയാൾ സ്റ്റാൻഡേർഡ് നോക്കിയിട്ടാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ ഇത്രയും വലിയ ആൾക്കാരാണ്, എന്തിനാണ് ഈ നാണം കെടാൻ വേണ്ടി അങ്ങോട്ട് കൂടുമെന്ന് പറഞ്ഞു. ഭാര്യയുടെ മുമ്പത്ത് എന്ത് പോയി, നാണം മാനം ഒക്കെ പോയി. അത് പോയിട്ട് തിരിച്ച് വീട്ടിൽ കയറുകയാണ് കേട്ടോ. മകൻ ഭാര്യനെയും കൂട്ടിയിട്ട് വയ്യാണ്ടായിട്ട് കയറുകയാണ്. കയറി ഉമ്മർത്ത് നിൽക്കുകയാണ് ആരെയും അമ്മ. എന്ത് ചോദിക്കാൻ, എങ്ങനെയുണ്ട് മോനെ, പോയിട്ട് സന്തോഷമായില്ലേ, എന്തെങ്കിലും പറയാൻ പറ്റുമോ, അവർക്ക് വിഷമാവില്ലേ? ആ മകൻ പറഞ്ഞ ഭയങ്കര സന്തോഷമായ അമ്മ, ഇതുപോലത്തെ ഒരു വിരുന്ന് അടുത്ത കാലത്ത് വരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടത്, ആ ഉരുള ഉണ്ടുകൊണ്ട് ഈ ചോദിച്ച വ്യക്തിന് വീട്ടിലേക്ക് തലേ ദിവസം വിളിച്ച് പറഞ്ഞ് ഈ പോയ വ്യക്തികൾ അപമാനിച്ചത് ആജ്ഞാന്നറിയോ, തന്നോടൊപ്പം ചേരാത്ത വ്യക്തികളെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ മഹാഭാരതത്തിൽ ഒരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടാവും, ചൊല്ലല്ല, ഒരു കൃഷ്ണനോട് ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു, ഭഗവാനെ എന്നാ പറയാമോ? അതായത് കൃഷ്ണനോട് അർജുനൻ ചോദിക്കുകയാണ്, ഉയർന്നവരും താഴ്ന്നവരും ഉണ്ടോ കൃഷ്ണ? അപ്പൊ കൃഷ്ണൻ പെട്ടെന്ന് പറഞ്ഞു, തീർച്ചയായും ഉണ്ട് അർജുന എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുണ്ടോ? ഭഗവാനാണല്ലോ കൃഷ്ണൻ. അപ്പൊ ഭഗവാനെ താങ്കളും ഇങ്ങനെയാണോ പറയുന്നത്? അപ്പൊ അതെ, അത് എല്ലാ ഇതിലും ഉയർന്നവരും താഴ്ന്നവരും ഉണ്ട്, അതില്ലാതെ സൃഷ്ടി മുന്നോട്ടില്ല. അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചു. എന്താണ് കൃഷ്ണ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ, അതായത് നമ്മൾ ഉയർന്നവരും താഴ്ന്നവരും ആവുന്നത് ജാതി കൊണ്ടോ അന്തസ്ത് കൊണ്ടോ പണം കൊണ്ടോ മറ്റൊന്നും കൊണ്ടോ അല്ല, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം കൊണ്ടാണ്, അവൻ്റെ പ്രവൃത്തി കൊണ്ടാണ്.
കാരണം പണം, മറ്റുള്ള കാര്യം, ജാതി, അതൊന്നും ഒരു മനുഷ്യനെ ഉയർന്നവനോ താഴ്ന്നവനോ ഒന്നും ആക്കുന്നില്ല. അവൻ്റെ പ്രവൃത്തി, അവൻ്റെ വ്യക്തിത്വമാണ് അവനെ ഉയർന്നവനാക്കുന്നത്. ആദ്യം വ്യക്തിത്വം എവിടെയാണ് വിടങ്ങേണ്ടതെന്ന് അറിയുക. അവനവൻ്റെ ആത്മാവ് തോന്നണം, ഞാൻ ശരിയാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ഇതാണ് ശരി എന്ന് നമുക്കൊരു ആത്മവിശ്വാസം നമ്മളോട് വരണം. സ്വയം ഇപ്പം നിനക്ക് നിന്നോട് വരണം, എനിക്ക് എന്നോട് വരണം, ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന്. അങ്ങനെ ഒരൊറ്റ മനുഷ്യർക്കും പൂർണ്ണമായിട്ടും ആത്മവിശ്വാസം കിട്ടുമോ? എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടാവും മനുഷ്യനിൽ. അത് എല്ലാം തികഞ്ഞ് ഒരു ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. ഞാൻ ശരിയാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മളിൽ തന്നെ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് നമ്മുടെ പ്രവൃത്തി അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഉയർന്നവനാകൂ. അപ്പോൾ ആദ്യം നമ്മുടെ മുന്നിൽ നമ്മൾ ഉയർന്നവനാകാൻ ശ്രമിക്കണമല്ല, ആവണം അങ്ങനെ പൂർണ്ണമായിട്ടും. അതിൻ്റെ ശേഷം മറ്റുള്ളവരുടെ മുമ്പിൽ താനേ ആയിക്കോളൂ ഉയർന്നവൻ. നീ നിൻ്റെ മുമ്പിൽ ഉയർന്നവനാവാണ്ട് നിൻ്റെ മനസ്സിൽ ആ നന്മയില്ല, ഒന്നുമില്ലാണ്ട് നീ കാണിക്കുന്ന പ്രവൃത്തികളെല്ലാം നാടകീയമാണ്. നീ പറയുന്ന വാക്കുകളൊക്കെ അസത്യോ, പറയണതൊന്നും സത്യമല്ല, നിൻ്റെ പ്രവൃത്തിയെ ശരിയല്ലാണ്ട് നിൻ്റെ മുമ്പിൽ നീ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിന്നെ മറ്റുള്ളവർ പറയണം അയാൾ നല്ല മനുഷ്യനാണെന്ന് പറയുമ്പോൾ എന്താണ് നിനക്ക് അതിൽ നിന്ന് കിട്ടുക? ശരിക്കും നീ മനസ്സിൽ സന്തോഷിക്കാൻ നിനക്ക് കഴിയുമോ? അവനവൻ തന്നെ അറിയാം ഞാൻ അത്രത്തോളം ഇല്ല എന്ന് പറയുമ്പോൾ ഇനിയൊരാൾ നമ്മുടെ നാടകം കണ്ട് നമ്മളെ ബഹുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളോട് പുച്ഛം തോന്നും അല്ലേ? അതെ, അതേപോലെ നീ നേർമയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ചുറ്റുവട്ടങ്ങൾ ചേർന്നിട്ട് നിന്നെ നേർമയില്ലാത്തവനായി മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും അതിൽ നീ തലകുനിച്ച് പോകുമ്പോഴും നീ തെറ്റുകാരൻ തന്നെയാണ്. കാരണം എന്താ, നിന്റെ മനസ്സാക്ഷിക്ക് അറിയാം നീ തെറ്റുകാരനല്ല എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഈ സമൂഹത്തിന് മുമ്പത്ത് തലകുനിക്കുന്നു? സമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. പക്ഷേ എന്ത് പറ്റിയമ്മ? അപ്പോൾ അത് നമ്മൾ ചെയ്ത സത്യം മനസ്സിലാക്കാതെ ഒരു സമൂഹം മുഴുവൻ നിങ്ങളെ കല്ലെറിയുണ്ടെങ്കിൽ, നിങ്ങളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോണോടെ മുഴുവൻ നിങ്ങളെ പുച്ഛിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും തല കുലിക്കരുത്. ഒരു പടിയും കൂടിയും തല പൊക്കി നടക്കണം. എന്നിട്ട് പറയണം, എനിക്ക് എന്നെ വിശ്വാസമുള്ള കാലം വരെ ഈ ലോകം എനിക്ക് പുല്ലാണെന്ന് പറയണം. കാരണം നിന്നിൽ നീ വിശ്വസിക്കണം. മനുഷ്യനെന്ന ആത്മാവിനും ഹൃദയത്തിനും സത്യം ഉണ്ടെങ്കിൽ ലോകം മുഴുവനും വിളിച്ചിട്ട് തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്ന് 1000 വട്ടം പറഞ്ഞാൽ നീ ശരിയാണ് ഒരൊറ്റ വട്ടം നിൻ്റെ മനസ്സ് പറയണ്ടെങ്കിൽ അത് തന്നെയാണ് ശരി. ഒരിക്കലും ഒരു സ്ഥലത്തും തന്നെ കുറിക്കരുത്. അതിൻ്റെ പകരം ചെയ്യണത് മുഴുവൻ തെറ്റായിട്ട് ആ തെറ്റിനെ അംഗീകരിക്കാൻ 100 വിഡ്ഢികൾ നിൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ട് നീ ഉള്ളിൻ്റെ ഉള്ളിൽ തല കുനിക്കണം. എന്നിട്ട് ആലോചിക്കണം, അയ്യോ ദൈവമേ, ഞാൻ ചെയ്യണത് ഇതല്ല ഞാൻ, പക്ഷേ ഇതാണ് ഞാനെന്ന് വിശ്വസിച്ചല്ലോ. അപ്പോൾ വിശ്വസിപ്പിക്കാൻ എനിക്ക് കഴിവുണ്ടായല്ലോ. അത് എൻ്റെ വിജയമാണെങ്കിലും വിഡ്ഢികൾ നിറഞ്ഞ ലോകത്താണല്ലോ ജീവിക്കണത് പറഞ്ഞ് നീ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കണം. അത്ര തന്നെ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മളിലൊരു പരിവർത്തനം ഉണ്ടായി നമ്മൾ നല്ലവരാണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കണം, നമ്മുടെ ആത്മാവിന് തോന്നണം. എന്നിട്ട് നമ്മുടെ വല്ലവരും നല്ലവരെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണത. എന്നിട്ട് ഞാൻ ആ പറഞ്ഞ കഥയിലെ ഉണ്ണിയപ്പം എറിയണ സീനുണ്ടല്ലോ, അല്ല അപ്പോൾ അതേ വീട്ടിലേക്ക് വേറൊരു കൂടപ്പുറപ്പിൻ്റെ മക്കൾ പോയി. അവർ ഭയങ്കര പഠിപ്പും ഭയങ്കര പൈസയൊക്കെ ഉള്ള മക്കൾ. ഇത് സാധാരണ കർഷകനായ ഒരു പയ്യനാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അവർക്ക് കൊടുത്ത ട്രീറ്റ്, അന്ന് കഷ്ടകാലത്തിന് ഇവൻ്റെ വണ്ടിയിലാണ് പോയതെന്ന് ആലോചിച്ച് നോക്കണം. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് 1-2 വർഷം കഴിയുമ്പോൾ ഏട്ടനനിയന്മാരാണല്ലോ, ഏട്ടാന്ന് വണ്ടി എടുക്കുന്നു പറയുമ്പോൾ പോയി നോക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സത്കാരം കാണുമ്പോഴാണ് അവർ മനസ്സിലായത് എന്നെ അന്ന് ചെയ്തത് അവൻ്റെ പിശുക്ക് കൊണ്ടല്ല, എൻ്റെ ഇല്ലായ്മ കണ്ടതിന് അവർ തന്ന റെസ്പെക്റ്റ് ആണത്. എൻ്റെ ഇല്ലായ്മയ്ക്ക് അവർ തിരസ്കാരം നൽകില്ലേ, നിനക്ക് ഇത്ര വിലയുള്ളൂ, നിനക്ക് ഇത്ര വിലയുള്ളൂ. നമ്മുടെ കൂടപ്പുറപ്പിൻ്റെ ഒക്കെ മകനാണെങ്കിലോ നിനക്ക് ഇത്ര വിലയുള്ളൂ, വേറൊരു കൂടപ്പുറപ്പിൻ്റെ മകന് നല്ല വിലയുണ്ട്. അപ്പോൾ അവിടെ എന്തിനാണ് വില വന്നത്? പണത്തിൻ്റെ മുകളിലാണ് മനുഷ്യനെ അവർ കണക്ക് കൂട്ടിയത്. അപ്പോൾ കൃഷ്ണനോട് അന്ന് ചോദിച്ചില്ലേ അർജുനൻ, അതെ നിന്റെ പ്രവൃത്തിയാണ് നിന്നെ നീയാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജാതിയോ അല്ലെങ്കിൽ ഉയർന്ന പൈസ ഉള്ളവരോ ഉയർന്ന സ്ഥാനത്തുള്ളവരോ ഒന്നല്ല ഉയർന്നവരും താഴ്ന്നവരും. ഒരാളുടെ നന്മയും വ്യക്തിത്വവും അവരുടെ പ്രവൃത്തി ഇതൊക്കെയാണ് ഉയർന്നവരാക്കുക എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. നമ്മുടെ പെരുമാറ്റം അത് മോസ്റ്റ് ആൻഡ് മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ
നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന വ്യക്തികൾ നമുക്ക് വേണ്ടി നമ്മളെ തിരഞ്ഞെടുക്കുന്നവരാണ് അല്ലേ? അവർ ചെറിയവരാവട്ടെ വലിയവരാവട്ടെ അവർക്ക് ബഹുമാനം കൊടുക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അടയാളമാണ് അല്ലമ്മ. നമ്മൾ എന്താണോ അവർക്ക് ഏത് രീതിയിലാണോ സ്വീകരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്താണുള്ളത് അതുകൊണ്ട് ആ നേരത്ത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്ത ഒരു പാവങ്ങളാണ് നമ്മളെന്ന് വിചാരിക്കുക. ആ നേരത്ത് ഒരു കട്ടൻ ചായ കൊടുക്കുക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ കട്ടൻ ചായ കൊടുത്തിട്ട് അവരുടെ മനസ്സിന് തോന്നണം, ആ കട്ടൻ ചായ നൽകുമ്പോൾ ഒരു സംതൃപ്തി തോന്നുന്ന ആ രീതിയിൽ നൽകിയ അതന്നെയാണല്ലേ മനുഷ്യത്വം. എവിടെയാണ് മനുഷ്യത്വം ഉള്ളത്? ഇപ്പം ഞാൻ പറയട്ടെ, ഒരുപാട് ദുരിതങ്ങളൊക്കെ സംഭവിച്ചു, അന്ന് എല്ലാവരും കേരളം വീണ്ടും ഒറ്റക്കെട്ടായി. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കിക്കോളൂ, പിന്നെയും കൊടികളുടെ വർണ്ണങ്ങൾ വീണ്ടും ഇവിടെ വിരിയും. ഇവിടെ വീണ്ടും ഇപ്പോൾ ചളി മണ്ണടിഞ്ഞു പോയ കുറേ ആൾക്കാരുണ്ട്, അവിടെയൊക്കെ ചളി നിറഞ്ഞു നിൽക്കുകയല്ലേ, ഇനി ആ ചളി വാരി എറിയാൻ തുടങ്ങും. ഇതാണ് ലോകം. അപ്പോൾ എന്നും ഒരുപോലെ ചിന്തിക്കണം. മനുഷ്യൻ എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ വ്യത്യസ്തനായി മാറുന്ന ആർക്കും പറയാൻ പറ്റില്ല. ധനവാനായ ഒരു വ്യക്തി ഒന്നും ഇല്ലാണ്ടാവുക, ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു വ്യക്തി ധനവാനും ആവാം. പക്ഷേ ഈ കഥകളൊക്കെ വർഷങ്ങൾക്ക് ശേഷവും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവർ തന്നെ അവരുടെ ജീവിതത്തിൽ എഴുതിയിട്ടുള്ള ഡയറി അല്ലേ. ഞാൻ മോശമാണെന്ന് ഞങ്ങളവരെ പറയുന്നതല്ലല്ലോ, അവർ മോശമായതല്ലേ അല്ലേ? അതുപോലെ തന്നെ 2 വാക്കുകൾ മനുഷ്യൻ എന്നും ശ്രദ്ധിക്കണം. ഒന്ന്, ചെയ്തത് ശരിയാണെന്നുള്ള തോന്നലുണ്ടെങ്കിൽ ലോകം മുഴുവനും നിന്നെ വിരൽ ചൂണ്ടിയാലും തല പൊക്കി തന്നെ നടക്കണം. പക്ഷെ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ലോകം മുഴുവൻ നിനക്ക് പൂമാല ഇട്ടാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നീ തന്നെ നിന്നെ അയ്യോ ഞാൻ എത്ര വലിയൊരു എന്താ പറയുക സ്വർഗത്തിലാണെന്നുള്ള ചിന്തയും നിൻ്റെ ഉള്ളിലുണ്ടാവും. ഇത് മാത്രമാണ് ശാശ്വതം അല്ലേ? അപ്പോൾ നൽകിയത് എവിടെയും പോവില്ല, അത് ഇവിടെ തന്നെ ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പറഞ്ഞ കഥ ചിലപ്പോൾ നാളെ എൻ്റെ അടുത്ത തലമുറ പറഞ്ഞെന്ന് വരും. ആ അടുത്ത തലമുറ ഇനിയൊരു തലമുറയ്ക്ക് പറഞ്ഞിട്ട് താൻ ഒരു ചരിത്രത്തിൽ നിങ്ങളൊക്കെ ഇടം പിടിക്കും. കാരണം എന്താ പറഞ്ഞാൽ അതിഥിയായി പോയ വ്യക്തികൾക്ക് 2 ഉണ്ണിയപ്പം കൊടുത്തിട്ട് വഴി കൂടെ അയച്ച നിങ്ങളുടെ കഥ ഞാൻ എത്ര വർഷം ശേഷം പറയുന്നുണ്ടെങ്കിൽ അടുത്ത തലമുറ ഇത് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും രാമായണം മഹാഭാരതം പോലെ ഫേമസ് ആവുകയാണ്. ബൈബിളിലൊക്കെ എഴുതിയ പോലെ ഒരുപാട് വർഷത്തേക്ക് നിങ്ങളുടെ സ്റ്റോറി ഇങ്ങനെ ഓടിക്കൊണ്ടേ ഉണ്ടാവും. അപ്പോൾ ഇതും കൊണ്ട് നല്ലതൊന്നുണ്ട്. ഇനി ഒരിക്കലും ഒരു കാരണവും നാളേക്ക് പ്രസിദ്ധീകരിക്കില്ല എന്നുള്ള ചിന്തയിൽ ആരും ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നമ്മൾ ചെയ്യുന്ന നന്മകൾ, ഇതൊക്കെ ചില നന്മകൾ ചെയ്തിട്ട് ജനം അറിയാണ്ട് പോയിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് അറിഞ്ഞില്ലെങ്കിൽ നാളെ എന്നൊരു ദിവസമുണ്ട്, ആ ദിവസം അത് അറിയാതെ ചിലപ്പോൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലും അന്ന് ആ നന്മയ്ക്ക് ഒരു ഫലം ഉണ്ടാവും. അതുപോലെ നിങ്ങൾ ചെയ്ത തിന്മയും നിങ്ങൾ മരിച്ച് മണ്ണടിഞ്ഞു പോയാലും നിങ്ങൾ അന്ന് ചെയ്ത ഈ ചെറിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ മനുഷ്യനിൽ വ്യത്യാസം കാണുന്ന ഈ ചെറിയ കാര്യങ്ങൾ അമരഗ്രന്ഥം പോലെ ഓർക്കും നിങ്ങളെ. അതുകൊണ്ട് ആ അമരഗ്രന്ഥങ്ങൾ ചിലപ്പോൾ ഈ കഥ എൻ്റെ കൂട്ടുകാരും കേട്ട് ആ വീട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുത്താൽ വളരെ സന്തോഷം. ഞാൻ വിചാരിക്കണം എൻ്റെ മനസ്സിലൊക്കെ ഒരു കണൽ പോലെ എഴുന്നൊരു കഥയാണ്. ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ ദുഷ്ടനോട് ഞാൻ പറയേണ്ടത് തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഇതായിട്ടാ. ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് ടച്ചപ്പ് കൊടുക്കണ്ടായിരുന്നു. ലാസ്റ്റ് ടച്ചപ്പ് ഇത്തിരി മല്ലിയില കാണാൻ നല്ല പ്രീഷ്യസ് ആയിട്ട് ഡെലിഷ്യസ് ആയിട്ട് ഓഫ് ചെയ്യണം കേട്ടോ. ടേസ്റ്റി ഡെലിഷ്യസ് മട്ടൻ കറി. കറിയല്ല എന്തായാലും പറയാം, സെമി ഗ്രേവി. അപ്പോൾ ഇന്ന് വന്നാൽ ഞാൻ നിങ്ങൾക്ക് മട്ടൻ സെമി ഗ്രേവി അത് കൂട്ടിയിട്ട് ഭക്ഷണം തരാം. അതിൻ്റെ കൂടെ ഞാൻ എന്തെങ്കിലും തോരനോ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് തരാം കേട്ടോ. വരുന്നോ? എന്താ ഒന്നും പറയില്ലല്ലോ. ശരി, ബൈ.